എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് 2 സൈഡും മുടി പിന്നിയിരുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം. നമ്മൾ ലാസ്റ്റ് +2-ലല്ലേ ഇങ്ങനെ മുടി പിന്നിയിടുന്നത്. അതിനുശേഷം മുടി പിന്നിയിട്ടപ്പോൾ കറക്റ്റായി. ഞാൻ വിചാരിച്ചു ശരിയാവൂല, ഞാൻ ഈ 2-3 പ്രാവശ്യം പിന്നണമെന്ന്. പക്ഷെ കറക്റ്റായി. സോ ഗായ്സ്, ഇന്ന് ടീനേജേഴ്സിനായിട്ടൊരു സ്കൂൾ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. സ്കിൻ കെയർ പ്ലസ് സ്കൂൾ മേക്കപ്പ് ലുക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. സ്കൂളിലായിരുന്ന ടൈമിൽ എനിക്ക് മുടി പിന്നാനേ ഇഷ്ടമല്ലായിരുന്നു. കാരണം നമ്മൾ ഈ രാവിലെ കുളിച്ചിട്ട് രാവിലെ എന്തായാലും കുളിക്കണം. ആ ടൈമിലൊക്കെ രാവിലെ കുളിക്കും കേട്ടോ. എല്ലാ ദിവസവും രാവിലെ കുളിക്കും. ഇപ്പോൾ രാവിലെയൊക്കെ കുളിക്കണം. കുളിച്ചിട്ട് ഈ മുടി പിന്നെ വെക്കുമ്പോൾ മുടി ചീത്താവും. ഭയങ്കര സ്മെല്ലും. ഈ എണ്ണയൊക്കെ തേച്ച് ഒട്ടിച്ച് ആ സമയത്ത് എണ്ണയൊക്കെ തേച്ച് ഒട്ടിച്ച് വെച്ചേക്കണല്ലേ. അപ്പോൾ ഈ മുടി പിന്നിയിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ആ ഒരു കേളായിട്ടിരിക്കും. നല്ല കേളല്ല, ഒരുമാതിരി ഒരു വൃത്തിയായിട്ട കേളില്ല, അതേപോലെ ഇരിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ആ സമയത്ത് പിന്നാനായിട്ട്. പക്ഷെ ഇപ്പം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഇന്ന് പിന്നെ. ഇന്നൊരു സ്കൂൾ മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഞാനപ്പോൾ അതൊന്ന് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കിൻ കെയറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടീനേജേഴ്സിനായാലും മീൻസ് ഈ വീഡിയോ എന്ന് പറയുന്നത് ടീനേജേഴ്സിനാണ്. അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അവരെന്തൊക്കെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യേണ്ട എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കിൻ കെയറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. 2 പ്രാവശ്യം വാഷ് ചെയ്യണം. അതായത് മോർണിംഗും വാഷ് ചെയ്യണം, നൈറ്റ് കിടക്കുന്നതിന് മുന്നേയും വാഷ് ചെയ്യണം. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസിൽ ഇപ്പോൾ ഒരു മേക്കപ്പും ഇല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒന്നുമില്ല. ലിപ്സ്റ്റിക്കോ ഐലൈനറോ ഒന്നുമില്ല. അപ്പോൾ അതിനുശേഷം ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടൊക്കെയാണ്. എൻ്റെ ഫേസ് ഇപ്പോൾ ഡ്രൈ ആണ്. അതിനുശേഷമാണ് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ഇത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഇത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. ഭയങ്കര ഒരു കൂളിംഗ് ആണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എല്ലായിടും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ ഒരു 10 ബോട്ടിൽ എന്തോ ആയെന്ന് തോന്നുന്നു. 10ഓളം ബോട്ടിലാണ് ഞാൻ ഈ മോയ്സ്ചറൈസർ വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഇത് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. വേറെ വാങ്ങിയിട്ടില്ല, ഞാൻ വേറെ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് എങ്കിലും ഇത് കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല. ഉണ്ട്, നല്ല മോയ്സ്ചറൈസർ ഉണ്ട്. ഓക്കെ, അപ്പം മോയ്സ്ചറൈസർ സെറ്റ് ആയിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ടീനേജേഴ്സിനും സൺസ്ക്രീൻ യൂസ് ചെയ്യാം. 50+ PA ++ ആണ് യൂസ് ചെയ്യേണ്ടത്. സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഭയങ്കര വെയിലാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ദി ഡെർമയുടെ സൺസ്ക്രീനാണ്. ഇത് ഓയിലി സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. എൻ്റെത് ഓയിലി സ്കിന്നാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും സൺസ്ക്രീൻ ഉണ്ട് കേട്ടോ. ഓയിലി സ്കിന്നിനായാലും ആക്നെ പ്രോൺ സ്കിന്നിനായാലും ഡ്രൈ സ്കിന്നിനായാലും. പക്ഷെ അത് നമ്മൾ നോക്കി വാങ്ങണം. ഇല്ലെങ്കിൽ നമുക്ക് ചിലത് ഭയങ്കര ഓയിലി ആയിരിക്കും, ഭയങ്കര ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് വരും. അപ്പോൾ അത് നമ്മൾ നോക്കി വാങ്ങണം. എനിക്കിത് എൻ്റെ ഓയിലി സ്കിന്നാണ്, എനിക്കിത് സൂപ്പറാണ്. ഓയിലി സ്കിന്നാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫേസിൽ എല്ലാവരും ഡോട്ട് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പണ്ടൊന്നും ഈ നടുക്കത്തെ വകുപ്പ് എടുക്കില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചേരൂല എന്നൊരിതായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ സമയത്തൊക്കെ നടുക്കത്തെ വകുപ്പ് എടുത്താൽ മതിയായിരുന്നു, കൊള്ളായിരുന്നു. അപ്പം കറക്റ്റായിട്ട് നമുക്ക് ഈ മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇടാം. അപ്പോൾ ഈ സൺസ്ക്രീൻ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൺസ്ക്രീൻ ഇട്ട് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങാവുന്നതാണ്. എന്തായാലും ഞാൻ സൺസ്ക്രീൻ ഇട്ട് ഫുഡൊക്കെ കഴിച്ച് ബാഗിലെല്ലാം എടുത്ത് വെച്ച് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ടൊക്കെ പോകുള്ളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമുക്ക് 20 മിനിറ്റ്സിൽ കൂടുതലാവും. സോ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊരു ഗ്ലോ കൊണ്ടുവരാം ഫേസിൽ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ എടുത്തിട്ട്, ഇത് മസ്റ്റ് ഒന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് കുറച്ച് ഗ്ലോ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. കുറച്ച് ഫൗണ്ടേഷൻ എടുക്കാം. ഫൗണ്ടേഷൻ എടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് കുറച്ച് ഡാർക്കായിട്ടുള്ള അവിടെ ഒന്ന് ഹൈലൈറ്റ്. ഞാൻ എടുത്തേക്കണേ ഈ ഒരു ഫിറ്റ്മിയുടെ ഇതാണ് കേട്ടോ. ഒരു ഡ്രോപ്പ് മാത്രമേ എടുക്കാവൂ. ഇത് ഫുള്ള് നമ്മൾ അപ്ലൈ ചെയ്യൂല. എനിക്ക് ഇവിടെ ഇത്രേ ഉള്ളൂ. ഈ ഒരു ഡോട്ട് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യൂ. മീൻസ് അങ്ങനെ ഡാർക്ക്നെസ് പോകില്ല, ഒരു ഷൈനിങ് കൊണ്ടുവരും. ഇപ്പോൾ ഒരു ഷൈൻ ആയില്ലേ. ഞാൻ പണ്ടുണ്ടല്ലോ ഈ ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ടാൽക്കം പൗഡർ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല. അങ്ങനെയാണ് ഞാൻ നടന്നത്. പോൺസിൻ്റെ ഒരു ഫൗണ്ടേഷൻ്റെ കളറുള്ളൊരു ഇതുണ്ടല്ലോ, ടാൽക്കം പൗഡർ, അതാ പൗഡറാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അടിപൊളി പൗഡറാണ്. അത് ഇടുമ്പോൾ എല്ലാവരും ചോദിക്കും, നീ എന്തെന്ന് മുഖത്ത് ചെയ്തതെന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു സാധനം എൻ്റെ കയ്യിൽ. ആ പോൺസ് ഇല്ല, ബട്ട് ഈ യാർഡ്ലി ഉണ്ട്. ഞാൻ യാർഡ്ലി ഇട്ട് കാണിച്ചു തരാം. കുറച്ച് മാറ്റാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്.
സെറ്റ് ആയിട്ടില്ലേ? ഇനി നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ട് വരാം. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഐബ്രോസ് ഫില്ല് ചെയ്യണതിൻ്റെ ഒരു എന്താ ഒരു ഗ്ലോ, നമുക്ക് ഗ്ലോ എന്നും പറയാം. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നല്ലൊരു സ്ട്രക്ചർ. അപ്പോൾ നമ്മുടെ ഐബ്രോസ് ഫില്ലായിട്ടുണ്ട്. ഐബ്രോസ് എങ്ങനെയുണ്ട്? ഞാൻ കരി യൂസ് ചെയ്ത ഫില്ലാണ്. എനിക്ക് കരിയാണ് കൂടുതൽ കംഫർട്ടബിൾ. ഞാൻ പണ്ടോട്ടേ ഇങ്ങനെ കരി യൂസ് ചെയ്തുകൊണ്ട് കരിയാണ് എനിക്ക് യൂസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഐ ചെയ്യുകയാണ്. അപ്പോൾ ഐ ചെയ്യണതിന് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് വെച്ചാൽ മസ്കാര ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അഫോർഡബിൾ ആയിട്ടുള്ളൊരു മസ്കാര ഉണ്ട്. ഡാസിലറുടെ മസ്കാര ഭയങ്കര അഫോർഡബിൾ ആണ്. അതും അത്യാവശ്യം കൊള്ളാമെന്നുള്ളൊരു മസ്കാരയാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഹുദ ബൂട്ടയുടെ ആണ് കേട്ടോ യൂസ് ചെയ്യണത്. ഹുദയാണോ ഹുഡയാണോ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലായിരിക്കും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ടൊരു വിങ് ലൈനർ കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, ഈ ഐ കില്ലർ വർഷ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനും അങ്ങനെ ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ 2 സൈഡ് എനിക്ക് എഴുതിയാലേ പറ്റും. ആ 2 സൈഡ് എഴുതിയിട്ട് ഉള്ളത് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് 2 സൈഡുള്ള എഴുതിയിട്ട് കാണിച്ചാൽ വിങ് ലൈനർ എന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ വിങ് ലൈനർ കാണിച്ചാൽ അല്ലേ. ഓക്കെ, ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ കണ്ണിൻ്റെ മുകളിലുള്ളത്, ഈ മുകളിലെ വാട്ടർ ലൈനിലൊന്ന് കാജൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കാണിച്ചത് ഇനി നമുക്ക് നീട്ടി ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. കണ്ണെഴുതാൻ എനിക്കിത് നോക്കി എഴുതാൻ പറ്റില്ല. എനിക്ക് കണ്ണാടി ഒന്ന് നോക്കി എഴുതണം. ഞാൻ എഴുതിയിട്ട് വരാം. എഴുതി ഇപ്പം പണ്ടത്തെ പോലെ ആയിക്കോ ഒന്ന്. എന്നാലും ഞാൻ താഴെ കൂടെ എഴുതാം. എനിക്ക് എന്തോ ഒരു ആഗ്രഹം, ഇങ്ങനെ തലയൊക്കെ കെട്ടി കണ്ടപ്പോൾ താഴെ കൂടി എഴുതാൻ ഒരു മോഹം. എനിക്കിഷ്ടമായി, എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് ലിപ്സ്റ്റിക് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് ഇടാൻ യൂസ് ചെയ്തില്ല, അല്ലെങ്കിൽ സ്കൂളിൽ അലൗഡ് അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടിൻറ്റഡ് ലിപ് ബാം യൂസ് ചെയ്യാം. അതായത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹിമാലയയുടെ ഒരു ടിൻറ്റഡ് ലിപ് ബാം ഇല്ലേ, അതായിരുന്നു. അത് പക്ഷേ ഞാൻ സ്കൂളിലല്ല, ഞാൻ +2 സമയത്താണ് യൂസ് ചെയ്തത്. +2 അല്ല, ഫസ്റ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ യൂസ് ചെയ്ത ആ ഒരു ലിപ് ബാം ഹിമാലയ. അതെനിക്ക് തോന്നുന്നു കോളേജിൽ വെച്ചാണ് ആ ലിപ് ബാം യൂസ് ചെയ്യുന്നത്. പിന്നെ സ്കൂളിലൊന്നും, കാരണം നമുക്ക് ആ സമയത്ത് യൂട്യൂബൊന്നും ഇല്ലായിരുന്നു നമുക്കിങ്ങനെ നോക്കാനൊന്നും. അപ്പം നമ്മൾ നമ്മുടേതായ രീതിയിൽ അങ്ങ് പോകും. ഞാൻ യൂട്യൂബ് കണ്ടത് എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രിയിലെ ടൈമിലാണ് യൂട്യൂബിനെ പറ്റി അറിഞ്ഞത്. പക്ഷേ ഞാൻ യൂട്യൂബ് അപ്പം തന്നെ എനിക്ക് +1 +2 ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ജിയോ ഇറങ്ങിയ സമയമായതുകൊണ്ട് നമുക്ക് ഫ്രീ നെറ്റ് ഉണ്ടല്ലോ. അപ്പം വീട്ടിലൊരു ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫോൺ യൂസ് ചെയ്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. വാട്സപ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. പക്ഷേ ഞാൻ ഇത് യൂട്യൂബ് നോക്കിയിട്ടില്ല. യൂട്യൂബ് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് നമുക്കൊന്നും വലിയ ഐഡിയ ഇല്ല. ബട്ട് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. എങ്ങനെയൊക്കെ റെഡി ആവാം, എന്തൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ട്, പുതിയ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ എല്ലാം ജയിച്ചാൽ മതിയായിരുന്നു. ലിപ് ബാം. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ട് അത് കുറച്ചിങ്ങനെ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കാണിച്ചു. ഏതേലും പഴയ കുറച്ച് ബ്ലഷ് ആയിട്ടൊക്കെ ഇടാം കേട്ടോ ആ ലിപ്സ്റ്റിക് എടുത്തിട്ട്. സോ നമ്മളിനി നെക്സ്റ്റ് നമുക്ക് പൊട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇതിന് ഏത് പൊട്ട് ചേരാന്ന് അറിഞ്ഞുകൂടാ. യൂണിഫോമിൻ്റെ കൂടെ ഇത് കിഡിലാണ് കേട്ടോ. ചേരൂല, എനിക്ക് തോന്നുന്നത് ആ റെഡ് തന്നെ ചേരുള്ളൂ കേട്ടോ. നോ, ഈ ഡാർക്ക് പൊട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. പിന്നെ എപ്പോഴും ഒരു ഇയറിങ് കാണുമല്ലോ, ഇയറിങ്ങും നമുക്ക് എന്തായാലും ഒരു മാലയും കാണും. ഞാൻ ഇപ്പോഴത്തെ കാര്യമില്ല പറഞ്ഞത് കേട്ടോ, ഞാൻ അപ്പോഴത്തെ കാര്യം പറഞ്ഞത്. എൻ്റെ കാലഘട്ടത്തിൽ അപ്പോഴെന്ന് വെച്ചാൽ ഇയറിങ്ങും മാലയും വീട്ടിൽ നിന്ന് ഇട്ട് തരും. ഇപ്പോഴാകുമ്പോൾ നമുക്ക് പല പല ചെയിൻസ് യൂസ് ചെയ്യാം, ഇയറിങ്സ് യൂസ് ചെയ്യാം. എനിക്ക് കണ്ണെഴുതിയ നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. എന്നും എഴുതുമ്പോൾ ഇങ്ങനെ വരൂല. ഈ കണ്ണ് നല്ല രസമുണ്ടല്ലേ. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, ഒരു കണ്ണ് കറക്റ്റ് ആവും, ഒരു കണ്ണ് കറക്റ്റ് ആവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫാമിലി മെമ്പറായ